എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഇന്നത്തെ അതിഥിയെ കണ്ടു, അമ്മയും കുഞ്ഞും. പക്ഷേ ഇനി അത് കഴിഞ്ഞ് നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ പുതിയ ഒരു സംരംഭത്തിലേക്ക് പോവുകയാണ്. കാരണം നമ്മുടെ പ്രോഗ്രാം കണ്ടതിന് ശേഷം അവർക്ക് പാമ്പിനെക്കുറിച്ച് മാത്രമല്ല സംശയമുള്ളത്, എല്ലാ ജീവികളെക്കുറിച്ചും സംശയങ്ങളായിട്ടിപ്പോൾ കൗമുദിയുടെ ഓഫീസിലേക്ക് ലെറ്ററുകൾ വരാറുണ്ട്. പക്ഷേ എനിക്കൊരു അപേക്ഷയുള്ളത്, ഈ ലെറ്റർ നിങ്ങൾ അയക്കുമ്പോൾ, നമ്മുടെ പ്രേക്ഷകരുടെ സുഹൃത്തുക്കൾ അയക്കുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് ആ കാർഡിൽ വെക്കണം. ഞങ്ങൾക്ക് നിങ്ങൾ ആരാണ് അയച്ചിട്ടുള്ളതെന്നോ നിങ്ങളുടെ പേര്, നിങ്ങളുടെ അഡ്രസ്സ് ഞങ്ങൾക്ക് പറയാൻ കഴിയും. നമ്മുടെ പ്രേക്ഷകർ അതും കൂടിയാണ്, ഈ സംശയം ചോദിക്കുന്ന ആളിൻ്റെ പേര് പ്രേക്ഷകർ ശ്രദ്ധിക്കണം, ശ്രദ്ധയിൽപ്പെടണം. എങ്കിൽ മാത്രമേ പുതിയ പുതിയ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറേ ലെറ്ററിൽ നിന്ന് ഒരു 3-4 ലെറ്റർ നമ്മൾ തിരഞ്ഞെടുത്തു. അതിലൊരു എനിക്ക് കൗതുകം തോന്നിയ ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാർഡെന്ന് പറഞ്ഞാൽ, സംശയം ഇതാണ്: പാമ്പുകൾ മറ്റു പാമ്പുകളെ കടിച്ചാൽ, അതായത് അവർ ഉദ്ദേശിച്ചത് വെനമുള്ള പാമ്പല്ല, മൂർഖൻ പാമ്പ് ഒരു മൂർഖനെ കടിച്ചാൽ ആ പാമ്പിന് അപകടമുണ്ടോ, അതേ മറ്റ് ജീവികളെ കടിച്ചാൽ മാത്രമേ, ആ കടിയേൽക്കുന്ന ജീവിക്ക് മാത്രമേ അപകടമുണ്ടാകുമോ എന്നാണ് ചോദ്യം. പക്ഷേ ഓർക്കുക, പാമ്പിൻ്റെ വെനം കൂടുതലായിട്ട് സ്പ്രെഡായി പെട്ടെന്ന് പടർന്നു പോകുന്നത് മറ്റ് പാമ്പിൻ്റെ ശരീരത്തിലല്ല. ഇപ്പോൾ മറ്റ് തവളയോ അണ്ണാനോ മരപ്പട്ടിയോ കീരിയോ അങ്ങനെയുള്ള ജീവികൾ, അത് ഉഷ്ണ രക്തമുള്ള ജീവികളുടെ ശരീരത്തിൽ വെനമുള്ള പാമ്പിൻ്റെ കടിയേറ്റില്ല. ആ വെനം പെട്ടെന്ന് ബ്ലഡിൽ കൂടി പടർന്ന് ആ ജീവിക്ക് അപകടം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ ചോദ്യകർത്താവിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ പോവുകയാണ്. മൂർഖൻ പാമ്പിനെ കടിച്ചാൽ അദ്ദേഹത്തിന് മരണമുണ്ടാകും. പക്ഷേ അത് പെട്ടെന്നുണ്ടാകുന്ന വെനത്തിൻ്റെ കടന്നു പോകൽ കൊണ്ടല്ല. ഈ മൂർഖൻ പാമ്പ് ഈ മറ്റൊരു മൂർഖനെ കടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അതിഥികൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ, വെനമുള്ള പാമ്പുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം കടിയേറ്റ് ആ കടിച്ച് മുറിവുണ്ടാകുമ്പോൾ ആ മുറിവിൽ കൂടി അവരുടെ ശരീരത്തിനകത്തേക്ക് പോകേണ്ട ശ്വാസപ്രവണത, അത് എയർ ബ്രീത്ത് ചെയ്യുന്ന ആ ബ്രീത്ത് പുറത്തേക്ക് പോകുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എല്ലാ സ്ഥലത്തും ആ എയറും അതിൻ്റെ പ്രവർത്തനം നടക്കാതിരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് വെനമുള്ള പാമ്പുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്താൽ മരണപ്പെടുന്നത്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു അനുഭവം, കുറേ നാളുകൾക്ക് മുന്നേ തിരുവനന്തപുരം ജില്ലയിൽ പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാമ്പ് വിഴുങ്ങി ഭക്ഷിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഞാൻ ആ സ്ഥലത്തെത്തി. അപ്പോൾ ഒരു മൂർഖൻ പാമ്പ് എൻ്റെ വയറ് വീർത്തിരിക്കുന്നു. ആ വീർത്തിരിക്കുന്ന വയറ് ഭാഗത്ത് മറ്റൊരു പാമ്പായിരുന്നു. അപ്പോൾ ഞാൻ ആ പാമ്പ് അതിഥിയെ എടുത്ത് കുടഞ്ഞ് ഇങ്ങനെ പൊക്കി പിടിച്ചപ്പോൾ ആ ഭക്ഷണമായിരുന്ന പാമ്പിനെ, അല്ലെങ്കിൽ ആ അതിഥിയെ മറ്റേ അതിഥി കക്കുകയുണ്ട, ഛർദ്ദിക്കേണ്ട, ഒമക്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഒരു മുഴുത്ത അണലി ആയിരുന്നു. അദ്ദേഹത്തിന് മരണം സംഭവിച്ചില്ലായിരുന്നു. ആ അണലി അതിഥിയെ ഞാൻ കൊണ്ടുവരികയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഏകദേശം 2 ആഴ്ചയോളം ഒരു അപകടവും കൂടാതെ മരണപ്പെടാതെ അദ്ദേഹത്തിനെ സംരക്ഷിച്ചതിന് ശേഷം എനിക്ക് കാട്ടിൽ വിടാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകരുടെ, അല്ലെങ്കിൽ പ്രേക്ഷകർ അറിയേണ്ട അറിവുകളാണ്. കാരണം നമ്മുടെയൊക്കെ ചിന്താഗതികൾ, അല്ലെങ്കിൽ കേരളീയരുടെ, അല്ലെങ്കിൽ മലയാളികളുടെ മനസ്സിൽ നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞ ഒട്ടനവധി കഥകൾ മാത്രമാണ് തിങ്ങി നിൽക്കുന്നത്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. അത് കഴിഞ്ഞ് ആ ചോദ്യകർത്താവിൻ്റെ രണ്ടാമത്തെ ചോദ്യം, ചിലന്തി വിഷം, പാമ്പിൻ വിഷത്തേക്കാൾ പാമ്പിന് വിഷം ഇല്ല എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞതാണ്. പാമ്പിന് വെനമാണുള്ളത്. പാമ്പിൻ്റെ വെനത്തിനേക്കാൾ വീര്യം കൂടിയതാണോ എന്ന്. പക്ഷെ അറിയുക, രണ്ടും 2 രീതിയിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കുന്നത്. ചിലന്തിയുടെ വിഷം എന്ന് പറയുന്ന ഔഷധം, അല്ലെങ്കിൽ ആ ചിലന്തി വിഷമെന്ന് പറയുന്ന സാധനം നമ്മുടെ ബ്ലഡിലേക്ക് ആദ്യം നമ്മുടെ സ്കിന്നിലേക്ക് കടക്കുന്നു. സ്കിന്നിൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. ആ ഇൻഫെക്ഷനിൽ കൂടി ബാക്ടീരിയകൾ ഒത്തിരി വർദ്ധിപ്പിക്കുക. ആ വർദ്ധിച്ചു വരുന്ന ആ ബാക്ടീരിയകളെ നമ്മളെ ബ്ലഡിലേക്ക് പടർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഭാഗത്തു നിന്ന് പോകുന്ന ബ്ലഡിൻ്റെ ഏരിയയിൽ മുഴുവനും നമ്മുടെ സ്കിന്ന് പൊളിഞ്ഞ്, അല്ലെങ്കിൽ സ്കിന്നിന് ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പാമ്പിൻ്റെ വെനവും ചിലന്തിയുടെ വിഷവും തമ്മിൽ 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞു വെക്കുക. അതുപോലെ ചിലന്തിയുടെ മാരകമായ അപകടമായ ചിലന്തികൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ വനമേഖല, കടുവാ ചിലന്തി എന്നൊക്കെ അറിയപ്പെടുന്ന ഒട്ടനവധി ചിലന്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ
നമ്മുടെ ജനവാസ മേഖലകളിൽ അതിനെ കണ്ടുവരുന്നില്ല. ഇപ്പോൾ കാട്ടിലൊക്കെ പോകുമ്പോൾ കടുവാ ചിലന്തിയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ ശംഖുവരയൻ പാമ്പിൻ്റെ കടിയേറ്റതുപോലെ നമ്മുടെ ചെറിയൊക്കെ കോടി പോവുകയും നമുക്ക് പെട്ടെന്ന് തലയ്ക്ക് മരവിപ്പുണ്ടാവുകയൊക്കെ ചെയ്യുന്നതായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനൊരു പാമ്പ് കടിയേറ്റ് മെഡിക്കൽ കോളേജ് ICUയിൽ കിടക്കുമ്പോൾ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലം, അഞ്ചലല്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അച്ഛൻ കോവിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരാളിനെ പാമ്പ് കടി എന്ന് പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ബോധം വീണ സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ നോക്കുകയും അദ്ദേഹത്തിനെ കണ്ടുടനെ അദ്ദേഹത്തിൻ്റെ സിംറ്റംസ് കണ്ടുടനെ ഞാൻ ഡോക്ടർമാരോട് പറഞ്ഞു, സാർ എന്തായിരുന്നു വെച്ചപ്പോൾ അവർ പറഞ്ഞു പാമ്പ് കടിച്ചു. ഞാൻ പാമ്പിൻ്റെ കടിയല്ല, ഇത് വനത്തിൽ കണ്ടുവരുന്ന ഒരിനം കടുവ ചിലന്തി എന്നറിയപ്പെടുന്ന ചിലന്തിയുടെ കടിയേറ്റതാണെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ ചിന്താഗതിയിൽ ആ രീതിയിലേക്ക് തിരികുകയും പിന്നെ രക്തപരിശോധന നടത്തിയപ്പോൾ അത് കൃത്യമായിരുന്നു, കടുവ ചിലന്തിയുടെ കടി തന്നെയായിരുന്നു. അദ്ദേഹത്തിന് അപകടമൊന്നും ഉണ്ടായില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞു. അങ്ങനെ ചിലന്തി വിഷത്തിൻ്റെ ആൻറ്റിവെനം പ്രതിരോധമുണ്ടോ, അതായത് ചിലന്തിയുടെ കടിയേറ്റാൽ നമുക്ക് ആൻറ്റിവെനം അഥവാ പാമ്പ് കടി ഏൽക്കുന്ന മരുന്ന് കൊടുത്താൽ മതിയോ എന്നാണ് അവരുടെ ചോദ്യം. പക്ഷേ അതല്ല, അതിന് ചിലന്തിയുടെ വെനത്തിന് സ്കിന്നിനെ ബാധിക്കുന്നതായതുകൊണ്ട് സ്കിൻ ഡിസീസ് ആയതുകൊണ്ട് അത് അങ്ങനെയുള്ള ഡോക്ടർമാരെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. പാമ്പിൻ്റെ കടിയേറ്റൽ കൊടുക്കുന്ന വെനം ഒരിക്കലും പാമ്പ് ആ വെനം ചിലന്തിയുടെ കടിയേറ്റൽ കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലേക്ക് പോകും. എന്തായാലും ആ പ്രേക്ഷകന് നമ്മുടെ 3 ചോദ്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ 4 ചോദ്യങ്ങളുണ്ടായിരുന്നു. 4 ചോദ്യവും ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് 3 ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഉത്തരം നമ്മൾ നൽകിയത്. എന്തായാലും ഇനിയും ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് പാമ്പിനെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെക്കുറിച്ച് നമ്മുടെ ചുറ്റിനുമുണ്ടാകുന്ന മനുഷ്യന് അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിന് തന്നെ നിലനിൽപ്പിന് ഘടകമായ ഏത് ജീവിയെക്കുറിച്ചോ അല്ലെങ്കിൽ അത് എന്ത് സാധനത്തെക്കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ കൗമുദി TVയുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദ്യകർത്താവിൻ്റെ പേരും അഡ്രസ്സും നിർബന്ധമായിട്ട് ആ ഉള്ള സ്ഥലത്തെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് സ്നേക്ക് മാസ്റ്റർ ടീമിന് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.